ജന്തർ മന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമരം ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വരെ സമ്മതിച്ചിട്ടും കേരളത്തിൽ അത്തരമൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളാത്തത് എന്താണ് എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, വളരെ ശരിയായ യുക്തിഭദ്രമായ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു പ്രതിപക്ഷ നേതാവ്. കാരണം ഈ ജന്തർ മന്ദർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരങ്ങൾ നടന്നു. കേരളത്തിലും നടന്നു. കേരളത്തിൽ നടന്ന സമരങ്ങൾക്ക് കേസെടുക്കുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാർ പോലും അത്തരം കേസിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ എന്തിനാണ് കേന്ദ്രത്തെ പോലും മറികടന്ന് ഈ സമരക്കാർക്കെതിരെ ഇവിടുത്തെ സർക്കാർ കേസെടുത്ത് നിലനിൽക്കുന്നതെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടത്? ജിംഷാദ്, പ്രധാനമായി ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചായിരുന്നു സംസ്ഥാനത്തുടനീളം പ്രകടനങ്ങൾ ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് കേരളത്തിൽ പലയിടങ്ങളിലും കേസുകൾ ചാർജ് ചെയ്തത്. ഇതിൽ എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും സാംസ്കാരിക പ്രവർത്തകരും അടക്കമുള്ള പൊതുസമൂഹം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പോലും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അത്തരം ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ രീതിയിലുള്ള നടപടി ഉണ്ടാകണം. ഈ 5000-ഓളം കേസുകളും എടുത്തത് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ്, അടിയന്തരമായി പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലൂടെ ആവശ്യപ്പെടുന്നത്.